നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല. പോലീസ് തെളിവെടുപ്പിനായി സുശീലയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. കുറ്റം ഞാൻ സമ്മതിച്ചതല്ലേ സാറേ, പിന്നെ എന്തിനാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? തെളിവെടുപ്പ് നടത്തണം. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതേപോലെ അതേ സ്ഥലത്ത് വെച്ച് പറയണമെന്ന് പോലീസ് സുശീലയോട് പറയുന്നു. സുശീലയെ തെളിവെടുപ്പിന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് പോലീസ് ഇന്ദ്രനെ വിളിച്ച് പറയുന്നു. ഇന്ദ്രൻ സത്യനോടും സോനയോടും പറയുന്നു, എനിക്ക് അമ്മയെ കൊണ്ടുവരുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല സത്യ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇന്ദ്രേട്ട? ഇവിടെ നിന്നേ മതിയാകൂ. പോലീസ് വരുമ്പോൾ ഇന്ദ്രേട്ടൻ ഇവിടെ വേണം. അങ്ങനെ സുശീലയെ തെളിവെടുപ്പിനായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. സുശീലയെ ആദ്യം തന്നെ കൊണ്ടുപോകുന്നത് അനുപമ കീടനാശിനി വെച്ചിടത്താണ്. സുശീല കീടനാശിനി കുപ്പി എടുത്തതും അത് കൊണ്ടുവരുന്നതുമൊക്കെ പോലീസിന് കാണിച്ചു കൊടുക്കുന്നു. സുശീല മക്കളെ ആരെയും നോക്കാതെയാണ് പോലീസിനൊപ്പം നടക്കുന്നത്. പോലീസ് സോനയോട് ചോദിക്കുന്നു, അനുപമയുടെ റൂമിൽ സുശീല പോകുന്നത് മകൾ കണ്ടിരുന്നു എന്ന് സുശീല മൊഴി നൽകിയിരുന്നു, ശരിയാണോ? അതെ, അമ്മ ഏടത്തിയുടെ റൂമിൽ പോയി വരുന്നത് ഞാൻ കണ്ടു. എന്തിനാണ് റൂമിൽ പോയത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കുട്ടിയുടെ കളിപ്പാട്ടം കൊണ്ട് വെക്കാനാണെന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾക്കപ്പോൾ സുശീലയെ സംശയമൊന്നും തോന്നിയിരുന്നില്ലേ എന്ന് പോലീസ് സോനയോട് ചോദിക്കുന്നു. ഇല്ല എന്ന് സോന പറയുന്നു. മക്കളെല്ലാവരും കേൾക്കാനായി സുശീല പറയുന്നു, സത്യനും പ്രതിഭയ്ക്കും കുഞ്ഞിനും ഒന്ന് വരണമെന്ന് കരുതിയല്ല ഞാൻ ഇത് ചെയ്തത്. അനുപമ സ്ഥാനാർത്ഥിയായി മത്സരിക്കരുത്. ഞാൻ അനുഭവിച്ച പോലെ അവളും ആളുകളുടെ മുൻപിൽ നാണം കെടണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. അനുപമയോടുള്ള ദേഷ്യം ഒരിക്കലും മാറില്ല എന്നും സുശീല പറയുന്നു. ഇവരെ കൊണ്ടുപോയി വണ്ടിയിലിരുത്താൻ SI പോലീസിനോട് പറയുന്നു. അങ്ങനെ സുശീലയെ പോലീസ് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ അനുപമ കുട്ടിയുമായി അങ്ങോട്ട് വരുന്നു. സുശീല അവരെ കാണുമ്പോൾ ലിച്ചൂട്ട എന്ന് പറഞ്ഞ് അനുപമയുടെ അടുത്തേക്ക് പോകുന്നു. കുട്ടിക്ക് ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ സാറേ എന്ന് പോലീസിനോട് പറഞ്ഞിട്ട് കുട്ടിക്ക് അവർ ഉമ്മ കൊടുക്കുന്നു. ഉമ്മ കൊടുക്കുമ്പോൾ അവരുടെ നോട്ടം ദേഷ്യത്തോടെ അനുപമയുടെ നേർക്കാണ്. പതുക്കെ അവർ അനുപമയോട് പറയുന്നു, ഇതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് കരുതേണ്ട, സുശീല തിരിച്ചു വരും, വന്നിട്ട് കാണാമെന്ന്. പട്ടിയുടെ വാൽ എത്ര കാലം കുഴലിലിട്ടാലും അത് നിവരില്ല. അതാണ് സുശീല. എത്ര കൊല്ലം സുശീല ജയിലിൽ കിടന്നാലും അവർ നന്നാകില്ല. അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരില്ല. സുശീലയെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ട് ഇന്ദ്രൻ കരയുന്നു. അത് കണ്ട് അനുപമ പറയുന്നു, എന്തിനാണ് ഇന്ദ്രേട്ട കരയുന്നത്? അമ്മയ്ക്ക് യാതൊരു മാറ്റവുമില്ല. തെറ്റ് ചെയ്തതിൽ അവർക്കൊരു കുറ്റബോധവുമില്ലെന്ന് അനുപമയ്ക്ക് മനസ്സിലായി. അനുപമയോട് സുശീല പറഞ്ഞ കാര്യങ്ങൾ അനുപമ എല്ലാവരോടും പറയുന്നു. സുശീലയുടെ മറ്റൊരു പ്രതിരൂപമായ വിനയൻ ഇപ്പോൾ മാഷിനും മക്കൾക്കും പുണ്യാളനായി മാറിയിരിക്കുകയാണ്. രഘുവിന് വിനയനോടുള്ള ദേഷ്യം അതേപോലെ തന്നെയാണുള്ളത്. വിനയന്റെ മുൻപിൽ വെച്ച് രഘു പറയുന്നു, കുട്ടി ചീരുവിനെ പോലെ തന്നെയാണെന്ന്. വിനയൻ വീണ്ടും രഘുവിനെ സ്വാധീനിക്കാനായി പറയുന്നു, ഞാനൊന്നും ആരോടും പറയില്ല രഘുവേട്ട. നീ ഒന്നും പറയില്ല, അതിനപ്പുറം നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതോടെ ലിഭ്യനായി നിൽക്കുന്നു വിനയൻ. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.